അൻഫാസ് എടുക്കാത്ത? 10 ലക്ഷം രൂപ തരാനാ വിളിക്കണേ. അൻഫാസ്, ഇത് ബോച്ചയാണ്. ഉറങ്ങാണോ? ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാൻ പോവാണല്ലേ. വീഡിയോ കോൾ വിളിക്കട്ടെ? വീഡിയോ കോള് താങ്കൾ ഡയൽ ചെയ്ത നമ്പർ നിലവിൽ തിരക്കിലാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ബന്ധപ്പെടാൻ ആവുന്നില്ല. 10 ലക്ഷം വേണ്ടേ? आपके द्वारा डायल किया गया नंबर अभी व्यस्त है या इस ആള് പേടിച്ചിട്ടുണ്ടാവും. രാത്രി വിളിച്ചിട്ട് എന്താണാവോ कुछ समय पश्चात പറ്റിക്കാൻ വേണ്ടി വിളിച്ചാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. number you have dialed is currently busy or not reachable at this time. Please try later. പേടിച്ചിട്ടായിരിക്കും. എന്താണാവോ രാത്രി താങ്കൾ വിളിച്ചിട്ട്. ഡയൽ ചെയ്ത വോയിസ് ഇതാ. എന്താ ഫോൺ എടുക്കാത്ത? അബ്ദുൾ റഹീമിന് വേണ്ടിയിട്ട് പിരിവെടുക്കാനാന്ന് വിചാരിച്ചിട്ടാണോ? ആ പൈസയൊക്കെ അയക്കണോ? 34 കോടി. അതിനല്ല, ബോച്ചേട്ടി ലക്കി ഡ്രോ ടിക്കറ്റ്സിലൂടെ 10 ലക്ഷം രൂപ അടിച്ച ഭാഗ്യവാനാണ് നിങ്ങള്. അപ്പൊ അതിനാണ്. പേടിക്കണ്ട, ഫോൺ എടുത്തോ. ഞാൻ കുറച്ച് കഴിയുമ്പോ വിളിക്കാട്ടോ. ഹായ് അൻഫാസ്, എന്താണ് ഉറക്കാണോ? എക്സസൈസ് രാത്രിയോ? 10:30 മണിക്ക് എന്താ പുഷപ്പാണോ? നെറ്റിന് ചെറിയൊരു പ്രശ്നമുണ്ട്. നെറ്റ് ഞാൻ നോർമൽ കോൾ വിളിക്കാം. ഞാൻ ഫോൺ എടുക്കാണ്ടായപ്പോളേ എന്താന്ന് ചോദിച്ചാൽ വോയിസ് അയച്ചിരുന്നു, കിട്ടിയില്ലോ അല്ലേ? അപ്പൊ ധൈര്യമായിട്ട് എടുത്താലേ. ഇപ്പൊ പിരിവിനെ വിളിച്ചതല്ല, കാശ് അങ്ങോട്ട് തരാനാ 10 ലക്ഷം. റേഞ്ചിന് ചെറിയ പ്രശ്നം ഉണ്ടാകുന്നോണ്ടാണ്. ആരുടെ റേഞ്ചാ? അൽഫാസിന്റെ റേഞ്ച് ആണോ അത് ഫോണിന്റെ റേഞ്ചിനാണോ കുറവ്? എന്താ ചെയ്യണത്? ഒന്നുമില്ല, കറക്കാൻ വേണ്ടി ഞാൻ നിക്ക. അല്ല, പഠിക്കാണോ? എന്തിനാ പഠിക്കണേ? പ്ലസ് ടു കഴിഞ്ഞു, ഇപ്പൊ അക്കൗണ്ടിങ് പഠിക്ക. അക്കൗണ്ടിങ്, ഓക്കെ. അപ്പൊ 10 ലക്ഷം രൂപ എണ്ണാനൊക്കെ അറിയോ? പിന്നെ എണ്ണീണ്ടാ 10 ലക്ഷം? പിന്നെ അറിയേ. എവിടെ എന്താവശ്യം വന്നേക്കണ? 10 ലക്ഷം എണ്ണേണ്ട ആവശ്യം ഉറപ്പിയ? അങ്ങനെ ഞാനിത് മറ്റേ എന്റെ പേര് തനിച്ചിരുന്നു. ഞാൻ എന്റെ മേമാന്റെ കുട്ടിയുടെ പേരെ കൊടുത്തിരുന്നേ. ആണാ? അപ്പൊ ആരതിന് അവകാശി? ആരാണ് ബോച്ചേട്ടി വാങ്ങിയത്? ലക്കി ഡ്രോ ടിക്കറ്റ് സ്വന്താക്കിയത് ആരാ? ഞാൻ മറ്റേ ഫിജി കാട്ടിലുണ്ട്. ഫിജി കാട്ട് വഴിയാണോ? അപ്പൊ ഞാന് മറ്റേ എന്റെ മേമാക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്തു. അപ്പൊ എന്നോട് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാനാ രജിസ്റ്റർ ചെയ്ത് കൊടുത്ത്. മേമയ്ക്കാ? മേമയുടെ പേരെന്താ? മേമാന്റെ പേര് സുഹറ. സുഹറ എവിടെയപ്പോ? സുഹറ മറ്റേ അമ്മണിക്കാടോ? അതെന്ത് കാട്? പാലക്കാട് കേട്ടിട്ടുണ്ട്. പെരിന്തൽമണ്ണ റൂട്ടിൽ പോകുമ്പോ കുന്നിന്റെ മുകളിൽ കൊടുത്തിമാലല്ലേ, അവിടെ ആ ഭാഗത്ത്. അപ്പൊ ഇപ്പൊ ശരിക്കിപ്പോ ആൾക്ക് വേണ്ടി എടുത്തു കൊടുത്താണ് അല്ലേ? അപ്പൊ സൂറയ്ക്കാണ് 10 ലക്ഷം അടിച്ചിരിക്കുന്നത്. സൂറാനെ വിളിച്ചപ്പോ കിട്ടുമോ? കിട്ടും. എന്നാ എങ്ങനെയാ കണക്ട് ചെയ്യാ? ഞാനേ നമ്പർ വിടൂ. സൂറ ഉറങ്ങും എത്ര വേഗം? സൂറയുടെ ഉറക്കം കളയാം നമുക്ക്. വിളിക്കും. അൻഫാസ് ഇതൊന്നും അറിയാണ്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണ്ടോ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ ഉറക്കം പോവുകയും ചെയ്യും. ഹലോ, ഹായ്. എന്താ പേര്? അൽഫാസ്. ഓക്കെ. എവിടെയാണ്? ഉമ്മയാണോ സൂറ? എവിടെ സുറ? എവിടെ? കാണാനില്ലല്ലോ. മനസ്സിലായോ? ബോച്ചെ സാറല്ല, ബോച്ചെ സാറ് മടുത്തിട്ടാണ് ബോച്ചെ ആക്കിയത്. ബോച്ചെ സാറാക്കല്ലേ. എന്താ ചെയ്യണേ? പഠിക്കാണോ? ഏത് ക്ലാസ്സിലാ? 9 അല്ലേ? ഓക്കെ. ഉമ്മയാണോ സുറ? എന്താ മറിഞ്ഞിക്കണേ? ഇങ്ങോട്ട് വരൂ, സന്തോഷ വാർത്ത പറയാനാ. സുറ 10 ലക്ഷം ഉറുപ്പ്യ അടിച്ചിക്കണ നിങ്ങക്ക്. മനസ്സിലായോ എന്താന്ന്? ബോച്ചേട്ടി വാങ്ങിയാ ലക്കി ഡ്രോ ടിക്കറ്റ്?
ബോച്ചേട്ടി ലക്കി ഡ്രോ ടിക്കറ്റ് കിട്ടിയായിരുന്നോ? ഇത് മെഡലിന് സന്തോഷം കൊണ്ടാണോ? കിട്ടിക്കണോ? ആര് അൽഫാസ് ആരെടുത്തിട്ടില്ല ടിക്കറ്റ് എടുത്തത്? ഫിജി കാട്ടിലുള്ള അപ്പൊ എത്ര ചായപ്പൊടി വാങ്ങി? ഒരെണ്ണം വാങ്ങിച്ചിട്ട് 10 ലക്ഷം അടിച്ചു. ദൈവമേ, ഭാഗ്യവതി. വിശ്വാസം ഉണ്ടോ പറയണത്? ശരി ശരി ശരി. ഓക്കെ. പെരിന്തൽമണ്ണ വീട്? പെരിന്തൽമണ്ണ അല്ലേ? ആരൊക്കെയുള്ള വീട്ടില്? വീട്ടില് പിന്നെ ഇക്കാന്റെ ജ്യേഷ്ഠനുണ്ട്, ഉമ്മണ്ട്, ഉപ്പണ്ട്. എത്ര മക്കളാ? ഇവിടെ എനിക്കൊരു മകനുള്ളൂ, ഒരു കുട്ടീനുള്ളൂ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന. ഇവിടെ ഇക്കാക്ക് ഏട്ടനും 2 പെങ്ങന്മാരും. ഹസ്ബൻഡ് എന്ത് ചെയ്യണേ? പ്രവാസിയാണ്. സൗദിയിലാണോ? സൗദി പോയിട്ടുണ്ടോ? അപ്പൊ എന്താ ചെയ്യണ? ഹൗസ് വൈഫാണോ? അപ്പൊ സന്തോഷാണോ? ഇനിയിപ്പൊ എന്താ ചെയ്യാ? 10 ലക്ഷം കിട്ടുമ്പോ ഇക്കാന്റെ അടുത്ത് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറയോ? ഇനി ഗൾഫ് ജീവിതമൊക്കെ മതി. വീടല്ലേ? നല്ല വീടാണല്ലോ ഇത്. ടെറസിട്ട വീടാണല്ലോ. ഇനി രണ്ടുപേർക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കാലോ, ബിസിനസ് ഒക്കെ ചെയ്തിട്ട്. വേണമെങ്കിൽ ഒരു ബോച്ചേട്ടിയുടെ ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി എടുത്തോളൂ. അപ്പൊ ബോച്ചെ ചായ കുടിച്ചു കോടീശ്വരനാവാം. ചായയിലൂടെ വന്ന ഭാഗ്യല്ലേ 10 ലക്ഷം. അപ്പൊ ചായ കച്ചവടം തന്നെ ചെയ്തോളൂ. എന്തിനാ ഗൾഫിൽ പോയി കഷ്ടപ്പെടുന്നത്? പറഞ്ഞോ, ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞോ. ഹലോ, ഇതെന്താ അന്ധകാരം? ഹലോ, അറിയോ? ബോച്ചെ എന്താ പേര്? സമീർ. ഗൾഫിലാണോ? ഇവര് ബോച്ചെ ടീ ഉണ്ടല്ലോ, നമ്മളൊരു ചായ കച്ചവടം തുടങ്ങിക്കണോ. അപ്പൊ ബോച്ചെ ടീ ലക്കി ഡ്രോ ടിക്കറ്റിലൂടെ 10 ലക്ഷം അടിച്ച ഭാഗ്യവതിയാണ് അപ്പുറത്ത് നിൽക്കണത്. ഞാൻ ഇത്തിരി വൈകി പോയി, കുറച്ച് സോഷ്യൽ വർക്ക് ആയിരുന്നു. ഇപ്പൊ എത്തിയുള്ള റൂമില് ഇത്തിരി വൈകി വിളിക്കാം, സോറി. ആളെ കിട്ടി. അപ്പൊ അങ്ങനെ സന്തോഷ വാർത്ത അറിയിക്കാന്ന് വെച്ചിട്ട് വിളിച്ചതാണ്. അതെ, പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കായിരുന്നു, ഇനി എന്താ 10 ലക്ഷം എന്താ ചെയ്യാൻ പോണേന്ന്. ഓക്കെ. ആണോ നിങ്ങളോ? വെരി ഗുഡ്. അപ്പൊ 10 ലക്ഷത്തിൽ എത്ര കൊടുക്കും ചാരിറ്റിക്ക്? ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് കുറച്ച് ഇട്ടോളി. എനിക്കല്ല, അതിന്ന് നമുക്ക് കുറെ ആൾക്കാരെയൊക്കെ സഹായിക്കാനും രക്ഷിക്കാനൊക്കെ പറ്റും. ഞങ്ങൾ ദിവസേന ചാരിറ്റി ചെയ്യുന്നുണ്ട്. നിർബന്ധമില്ല കേട്ടോ, ഞാൻ പറഞ്ഞത് മാത്രം. വെരി ഗുഡ്. ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അപ്പൊ എല്ലാം ഇവിടെ തന്നെ ചെയ്യാ നല്ലത്. ഒന്നും മാറ്റി വെക്കണ്ട. താങ്ക് യു. ആ സപ്പോർട്ടും ഷെയറിലൊക്കെയാണ് ഒരുപാട് ആൾക്കാരെ അറിയാനും ഒരുപാട് പേര് സഹായിക്കാനും ഒക്കെ ഇടയായത്.
അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. അപ്പൊ കുറെ കാലം സൗദിയിൽ ഉണ്ടായിരുന്നു അല്ലേ? ശരി ശരി. ഭക്ഷണമൊക്കെ കഴിച്ചാ? ആ ശരി ശരി. ഓ ശരി ശരി ശരി. ഓക്കെ. അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയാ. ഞാൻ അടുത്ത ആഴ്ച വിളിക്കാം. നമ്മുടെ ഈ ചെക്ക് വന്ന് കളക്ട് ചെയ്യണല്ലോ, അപ്പോ വിളിച്ചേക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്. അപ്പോ ചായ കുടിക്കൂ, കോടീശ്വരനാകൂ. ഓക്കെ. Conquer the world with love. Love you everybody. You're on board.